عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ്. ഒരു ഇരുണ്ട ദിനത്തിൻ്റെ ഭീകരമായ മുഖം, അതാണ് ഡിസംബർ 6 ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അംശങ്ങൾ ഇന്ത്യയിൽ വിതറാൻ, അല്ല ലോകത്ത് വിതറാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് എന്നൊരു ഗൗരവമായ ചിന്ത ഈ വേളയിൽ എല്ലാവരുടെയും സ്മൃതിപഥത്തിൽ ഉണ്ടാകണം, ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അതെന്താ? പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ സട്ടാവ്, ജഗന്യന്താവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സുജൂദ് ചെയ്ത ഒരു ഭവനം, ഒരു ആരാധനാലയം, അതെ, ബാബരി മസ്ജിദ് പകൽ നട്ടുച്ച നേരത്ത് തല്ലി തകർത്തപ്പോൾ അത് ലോകത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവിനേറ്റ ഏറ്റവും വലിയ വേദനയാണ്. ലോകത്താകമാനം പടർന്നു പന്തരിച്ച ഒരു ഇരുട്ടാണ്. നമുക്കത് നീക്കിയെടുക്കണ്ടേ? അതിന് വെളിച്ചം വിതറിയ ഏതാനും കഥകൾ, ഉദാഹരണങ്ങൾ, പാഠങ്ങൾ നമ്മുടെ മനോമുഖരങ്ങളിൽ ഉണ്ടാകണം. അതാ നോക്കൂ, അംറു ബിൻ ആസി എന്നൊരു ഗവർണർ രാജ്യത്തിൻ്റെ ഭാഗധേയത്വം, ഭരണാധികാരം നിർവഹിക്കുമ്പോൾ ആ പ്രദേശത്ത് ഒരു പള്ളി വികസനം ആവശ്യമായി വന്നു. എന്നാൽ ഒരു ക്രൈസ്തവ സഹോദരിയുടെ വീട് പള്ളിയുടെ വികസനത്തിന് ആവശ്യമായി വന്നു. ബലാത്കാരമായിട്ടൊന്നുമല്ല അത് പിടിച്ചെടുത്ത്, അവരോട് അതിൻ്റെ മാന്യമായ രീതിയിലൊക്കെ. പക്ഷേ അതിൻ്റെ ഉടമയ്ക്ക് അതിനോട് അത്ര യോജിപ്പുണ്ടായില്ല. അവർ കേന്ദ്രത്തിലേക്ക് പരാതി അയച്ചു. രാജ്യത്തിൻ്റെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സത്യസന്ധത ലോകപ്രശസ്തമാണല്ലോ, ആർക്കും അതിൽ തർക്കമില്ല. വിഷയങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു, പരിശോധിച്ചു. ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൻ യഹ്ദിമൽ ബിനാ അൽ ജദീദ ലിൽ മസ്ജിദ് വയുഈദ ലിൽ മർഅത്തിൽ മസീഹിയ്യ ദാറഹാ കമാ കാനത്. നോക്കൂ സഹോദരങ്ങളെ, പള്ളിക്ക് വേണ്ടി കൂട്ടിയെടുത്ത ആ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ പൊളിച്ചു കളയാൻ ഉമർ തങ്ങൾ ഉത്തരവിടുകയാണ് ചെയ്തത്. പിന്നെയോ ആ ക്രൈസ്തവ സഹോദരിക്ക് മുമ്പുണ്ടായിരുന്നത് പോലെ അവരുടെ വീട് പുനഃസ്ഥാപിച്ച് സുരക്ഷിതമായി നൽകാനും ഓർഡർ ഇടുകയാണ് ചെയ്തത്. ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഭീകരത കാണിച്ചില്ല, തല്ലി തകർത്തില്ല, ആട്ടിയോടിച്ചില്ല, അവരെ അവകാശം ധ്വംസിച്ചില്ല. അവകാശം വകവെച്ചു കൊടുക്കാനുള്ള ഉത്തരവ്. ഇസ്ലാമിക സ്പന്ദനങ്ങൾ, സഹിഷ്ണുതയുടെ അത്യുജ്വല മാതൃകകൾ ലോകത്ത് നിരവധി കാണാൻ കഴിയുന്നതിൽ ശ്രദ്ധേയമായൊരു കാര്യം ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചത് പൊളിക്കലുകളുടെ കഥകളാണല്ലോ പല സ്ഥലത്തും നാം കേൾക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിലൊക്കെ എന്തൊക്കെയോ ചില ആരാധനാലയങ്ങൾ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകളായും ഉള്ളതാണ്. അതവിടെ സർവേ നടത്തുന്നു, അവിടെ അളന്നു നോക്കുന്നു, ആധാരം പരിശോധിക്കുന്നു, പൊളിക്കേണ്ടത് പൊളിക്കാൻ ഉത്തരവിടുന്നു. ഇതിനകത്തുകൊണ്ട് കലാപങ്ങൾ, വെടിവെപ്പ് വരെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഭരണാധികാരികൾ ഒരു സഹിഷ്ണുതയുടെ, സൗഹൃദത്തിൻ്റെ മേഖലയിലേക്ക് അവരുടെ മനസ്സുകൾ പാകപ്പെടുന്നില്ല എന്നതാണ് നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കുന്നത്. നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലേ ഫലസ്തീൻ യാത്രയിൽ ശ്രദ്ധേയമായ ഒരു ചരിത്രത്തിന് സാരഥ്യം വഹിച്ചത്. മുസ്ലിം സംഘം അവിടെ എത്തി ക്രൈസ്തവ സഹോദരങ്ങളുമായി സംസാരിച്ചപ്പോൾ ഫലസ്തീനിലെ ക്രൈസ്തവ സഹോദരങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രധാന സാരഥി നേതാവ് ഇവിടെ വരട്ടെ. അങ്ങനെയാണ് ഉമർ തങ്ങൾ അവിടെ എത്തുന്നത്. പാത്രിയർക്കീസും മറ്റു പുരോഹിതന്മാരുമായി സംസാരിച്ച് ഒട്ടേറെ കരാറുകളിൽ അവർ പരസ്പരം ധാരണയാകുകയാണ്. എന്താണ് ആ കരാറിൻ്റെ മനോഹാരിത? ആർക്കും ഒരു ഉപദ്രവമില്ല, എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കാൻ കഴിയും, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ്. ഇപ്പോൾ ഇസ്ലാമിക ഭരണമാണെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള വൈഷമ്യങ്ങൾ നേരിടില്ല എന്ന അത്യുജ്വലമായ കരാർ. ഇതിനിടെ
നിസ്കരിക്കാൻ സമയമായപ്പോൾ ക്രൈസ്തവ സഹോദരന്മാർ പറഞ്ഞു, പാത്രീകസും ഞങ്ങളുടെ ആരാധനാലയത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നിസ്കരിക്കാം. പക്ഷേ ഉമർ തങ്ങൾ ഭാവിയിൽ വരാൻ സാധ്യതയുള്ളൊരു ഭവിഷ്യത്ത് കണ്ടുകൊണ്ട് അല്പം മാറിപ്പോയി മറ്റൊരു സ്ഥലത്ത് നിസ്കരിച്ചു. നിസ്കാരാനന്തരം ഖലീഫ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമാണ് സൂര്യപ്രകാശം വരെ ഇന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ ഇവിടെ നിസ്കരിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ ആരാധനാലയം കയ്യേറാനോ അവകാശവാദം ഉന്നയിക്കാനോ നിങ്ങൾ വരാൻ പാടില്ല എന്ന് തൻ്റെ ഇസ്ലാമിക സമൂഹത്തോട് താൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അതല്ലേ മനുഷ്യത്വം, അതല്ലേ നീതി, അതല്ലേ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്? ഗവൺമെൻറ്റുകൾ, സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഗുണത്തിനാണ് നിൽക്കേണ്ടത്, രാജ്യത്ത് സൗഹൃദം സ്ഥാപിക്കാനാണ്. അല്ലാതെ ഉള്ള അധികാരങ്ങളും എന്തെങ്കിലുമൊക്കെ നിയമത്തിൻ്റെ ഉപവകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനല്ല ശ്രമിക്കേണ്ടത്. നോക്കൂ, കണ്ടഹാറിലെ മറ്റൊരു സംഭവം നമുക്കിവിടെ കൂട്ടി വായിക്കാമല്ലോ. ഒരു ഭൂമിയെ തുടർന്ന് മുസ്ലിങ്ങളും മറ്റു ചില വിഭാഗങ്ങളും തമ്മിൽ ചെറിയ അങ്ങുമിങ്ങും അഭിപ്രായ ഭിന്നതയുണ്ടായി. ഇംഗ്ലീഷുകാരനായ ഒരു ജഡ്ജിയുടെ മുന്നിൽ ആ വിഷയമെത്തി. സായിപ്പ് പറഞ്ഞു മറ്റു വിഭാഗത്തോട്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു നല്ല സാത്വികനായൊരു മുസ്ലിം നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ, ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അങ്ങനെയാണ് ഒരു ഇസ്ലാമിക പണ്ഡിതനെ മറ്റു സമുദായക്കാർ ഹാജരാക്കിയത്. അദ്ദേഹത്തോട് ഈ സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആ പണ്ഡിതൻ വസ്തുനിഷ്ഠമായ ഒരു കാര്യം പറഞ്ഞതെന്താ? അൽ ഹഖ്ഖു മഅൽ ഹനാദിക് വൽ അർദു ലഹും. ഈ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് അല്ല സത്യം എനിക്ക് തോന്നുന്നത്, ഇത് മറ്റുള്ളവരുടെ ഭൂമിയാണ് എന്ന് സാഹിബിനോട് ഈ മുസ്ലിം പണ്ഡിതൻ തുറന്നു പറയുകയാണ്. കണ്ടോ, സത്യം മൂടി വച്ചില്ല, സത്യം ഉള്ളതുപോലെ പറഞ്ഞു. ഈ രംഗം കണ്ടപ്പോൾ ആ ചരിത്രത്തിലൂടെ നമുക്ക് വായനയുടെ പിൻഭാഗത്ത് കാണാം, വഅസ്ലമ മിൻഹും ജമാഅത്തുൻ, ഒരുപാട് ആളുകൾ ഈ ഒരു മനോഹരമായ ദൃശ്യം കണ്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. കാരണം ഇവിടെ നീതിക്കും സത്യത്തിനുമാണ് അദ്ദേഹം കൂട്ടുന്നത്. മറിച്ച് ഈ ഭൂമി കിട്ടാൻ വേണ്ടി അവിടെ ഇല്ലാത്ത കള്ളസത്യം ചെയ്യുക, തെളിവ് ഹാജരാക്കുകയല്ല ചെയ്തത്. അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തോട്ടെ. അതാ ഇസ്ലാമിൻ്റെ വഴി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുമായി ഉണ്ടാക്കിയൊരു കരാർ വളരെ അത്യുജ്വലമാണ്. മാനവികത നമുക്ക് സംരക്ഷിക്കണം, ജനങ്ങൾക്കിടയിൽ ഇവിടെ മതിൽക്കെട്ടൊന്നും വേണ്ട, അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാവരുടെയും ഉറപ്പ് വരുത്തേണ്ടതാണ്. ശത്രുത, അതിക്രമം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അവരെ പ്രതിരോധിക്കാൻ, നേരിടാൻ എല്ലാവരും യോജിച്ച് നീങ്ങണം. ഏതെങ്കിലും അധിനിവേശ ശക്തികൾ ഇവിടെ വന്നാൽ അവരെ ചെറുക്കുന്ന വിഷയത്തിലും എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം. അമുസ്ലിങ്ങൾക്ക് അവരുടെ സമ്പത്ത് പോലുള്ള എല്ലാ കാര്യങ്ങളിലും സംരക്ഷണമുണ്ട്. നിർബന്ധ മതപരിവർത്തനമൊന്നും ഇവിടെ ഒരിക്കലും അനുവദിക്കാൻ സാധ്യമല്ല. തുടങ്ങിയ അത്യുജ്വലമായ അതിമനോഹരമായ വ്യവസ്ഥകൾ ഇന്നും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ കണ്ടോ, ന്യൂനപക്ഷങ്ങളോട് എത്ര സഹിഷ്ണുതയോടെയാണ് കരാറുകളുടെ മികവുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അയച്ച സൈന്യത്തിൻ്റെ കഥ മുമ്പ് നാം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കാണാമല്ലോ, നിങ്ങൾ പോകുന്ന വഴിക്ക് ആരെയും കണ്ടാൽ ചതിക്കരുത്, ബുദ്ധിമുട്ടരുത്, ആളുകളെ കൊല്ലരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ കാണാം, സൗഫ തമറൂന ബി അഖ്വാമിൻ ഫറഗൂ അൻഫുസഹും ബിസവാമിഅ. ചില മഠങ്ങളിൽ ഇരുന്നു കൊണ്ട്, പ്രാർത്ഥനാലയങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില ആളുകളെ കാണാം. അതുകൊണ്ട് മുസ്ലിം സംഘത്തോട് പറയാണ്, അവരൊന്നും ആക്രമിക്കല്ലേ, ബുദ്ധിമുട്ടിക്കല്ലേ, നിങ്ങൾ അവരെ വാട്ടിന് വിട്ടേക്കണം, അവരെ കേന്ദ്രങ്ങളൊന്നും തകർക്കാൻ പാടില്ല. അതെ, പൊളിക്കലല്ല മതത്തിൻ്റെ വഴി, മറ്റെയോ നിർമ്മിക്കലാണ്. അതെ, മനുഷ്യത്വം നിർമ്മിക്കണം, മനുഷ്യ സ്നേഹം നിർമ്മിക്കണം. അതിലുള്ള മാർഗങ്ങളാണ് ലോകത്ത് രൂപപ്പെടേണ്ടത്. പഞ്ചായത്ത് മുതൽ അങ്ങ് ഡിസ്ട്രിക്ട് ഭരണകൂടം മുതൽ സംസ്ഥാന ഭരണകൂടം മുതൽ സെൻട്രൽ ഗവൺമെൻറ് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം. രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാകണം. ജനങ്ങൾക്കിടയിൽ സഹിഷ്ണുതയും സൗഹൃദം ഉറപ്പുവരുത്താനുള്ള പ്രോഗ്രാമുകൾ, പ്രൊജക്റ്റുകളാണ് ഇവിടെ രൂപപ്പെടുത്തേണ്ടത്. പൊളിക്കാൻ കൂട്ടുനിൽക്കല്ല വേണ്ടത്. അങ്ങനെ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും നീതിയും ഇവിടെ നിലനിന്ന് പൊളിക്കുന്നതിന് പകരം നിർമ്മാണത്തിൻ്റെ മേഖലയിലേക്ക് സജീവമായ ശ്രദ്ധയുണ്ടാകണം. അതിനു വേണ്ടത് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയവും നമ്മുടെ ഗൗരവമായ ഉത്തരവാദിത്വ ബോധമൊക്കെ കൂടുതൽ പഠന വിധേയമാക്കി ചർച്ചയായി ജനങ്ങളുടെ ഉള്ളറിഞ്ഞ്
അവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. മുൻകാല ചരിത്രങ്ങളിലെ മാതൃകാപരമായ നീതിയുടെ പാഠങ്ങൾ ഏറെ കൂടുതൽ ചർച്ച ചെയ്ത് പഠിക്കാനും പകർത്താനും എല്ലാ വിഭാഗ ജനങ്ങളും പ്രത്യേകിച്ച് ഭരണകൂടവും ഒക്കെ തയ്യാറായി പ്രതിജ്ഞാപ്തരായി മുന്നോട്ട് വരണം. ഡിസംബർ 6 ഇന്ന്. അതെ, നമുക്ക് ഇരുണ്ട ദിനത്തിൻ്റെ ഓർമ്മയിൽ ലോകത്താകെ വെളിച്ചം പകരാനുള്ള ഒരു അതിതീവ്രമായ ശ്രമത്തിനായി കൈകോർക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.